everyone, welcome back to my channel. I hope you all are doing good. My name is Lakshmi Maya. For people who don't know me, I'm an ex-cabin crew member. I'm Kingfisher Boyer, Air India Etihad Airways and Jet Airways cabin crew ആയിട്ട് ഫ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തോന്നത്തില്ല എന്തിനാണ് ഈ ഫ്ലൈറ്റിൽ ആൽക്കഹോൾ സെർവ് ചെയ്യുന്നത്. ഈ ആൽക്കഹോൾ സെർവ് ചെയ്യുന്നതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഫ്ലൈറ്റിൽ ഉണ്ടാകുന്നു. ചില ആളുകൾ ക്രൂവിനെ അബ്യൂസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദേഷ്യം വന്നിട്ടാണെങ്കിൽ കുറേ അബ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫ്ലൈറ്റിൽ ഉണ്ടാകുന്നതിന് മെയിൻ റീസൺ ഈ ആൽക്കഹോൾ അല്ലേ. ആൽക്കഹോൾ ഇല്ലാതെ ഫ്ലൈറ്റ് ചെയ്തൂടെ, ഇങ്ങനെയൊക്കെയുള്ള ചില ഡൗട്ട്സ് കാണുമല്ലോ. സോ ഐം ജസ്റ്റ് ഗോണ ക്ലിയർ ഓഫ് ദാറ്റ് ഡൗട്ട്. ഐ എം ഗോണ എക്സ്പ്ലെയിൻ why we serve alcohol on board. Flight attendants, take up position. എന്തുകൊണ്ട് ആൽക്കഹോൾ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റീസൺ കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാശ് ഉണ്ടാക്കുക എന്ന് പറയുകയാണെങ്കിൽ ഫുൾ സർവീസ് എയർലൈൻസിൽ ഫ്രീ ആയിട്ടല്ലേ ആൽക്കഹോൾ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് കാശ് ഉണ്ടാക്കുക? സോ ബേസിക്കലി നമ്മൾ ഫ്ലൈറ്റിനകത്ത് ഫുൾ സർവീസ് എയർലൈനകത്ത് നമ്മൾ ആൽക്കഹോൾ സർവീസ് കൊടുക്കുമ്പോൾ ഹൗ ദേ ഏൺ മണി ഇസ് ബൈ സെല്ലിംഗ് ഡ്യൂട്ടി ഫ്രീ. നമ്മൾ ആൽക്കഹോൾ സർവീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂഡ് ലൈറ്റിംഗ് ഒക്കെ അങ്ങ് സെറ്റ് ചെയ്തിട്ട്, മൂഡ് ലൈറ്റിംഗ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനിലൊക്കെ ഉള്ള ലൈറ്റ്സ് ഭയങ്കര ഡിസ്കോ ലൈറ്റും ഭയങ്കര ലൗഞ്ച് ഫീലിംഗ്, നമ്മൾ ഭയങ്കര ലക്ഷറിയിലായിട്ട് ഇരിക്കുന്ന ഒരു ഫീലിങ്ങിലൊക്കെ ഉള്ള ഒരു ലൈറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ക്യാബിൻ ക്രൂ ഡ്യൂട്ടി ഫ്രീ കാർട്ടുമായിട്ട് അങ്ങനെ ഇറങ്ങും. ഡ്യൂട്ടി ഫ്രീ കാർട്ടിനകത്ത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പെർഫ്യൂംസ്, ജ്വല്ലറി, വാച്ചസ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുടെ കൂടെ തന്നെ ആൽക്കഹോളും വിൽക്കും. So, people who are under the influence of alcohol will definitely think of buying alcohol, right? നമ്മളിപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഫ്ലൈറ്റിനകത്തുള്ള ഡ്യൂട്ടി ഫ്രീയിൽ കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് definitely people are going to buy alcohol. So, airlines make revenue from alcohol through duty free. പിന്നെ വേറൊരു കാര്യം, ലോ കോസ്റ്റ് എയർലൈനിൽ ഡെഫിനറ്റ്ലി ആൽക്കഹോൾ നമ്മൾ കാശ് കൊടുത്ത് തന്നെയാണ് വാങ്ങിക്കേണ്ടത്. ഒരു പെഗ് കഴിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഒരാൾ ഡെഫിനറ്റ്ലി രണ്ടാമതൊരു പെഗ് വാങ്ങിച്ച് കഴിച്ചെന്നിരിക്കും. എസ്പെഷ്യലി ഇൻ ഫ്ലൈറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഓക്സിജൻ്റെ ലെവല് വളരെ കുറവാണ് ക്യാബിനിൽ. സോ ഓക്സിജൻ്റെ ലെവൽ ഇത്രയും കുറവായിരിക്കുന്നത് കാരണം നമ്മൾ വളരെ കുറച്ച് ആൽക്കഹോളാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിലും നമ്മൾ കൂടുതൽ ഇൻടോക്സിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. സോ വെൻ പീപ്പിൾ ഗെറ്റ് ഹൈ ദേ ടെൻഡ് ടു ബൈ മോർ ആൽക്കഹോൾ. അപ്പോൾ ഒരു ലോ സർവീസ് എയർലൈൻ ആണെങ്കിൽ ആൽക്കഹോൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതും ഒരു റവന്യൂ ആണ് എയർലൈൻ. പിന്നെ ഓഫ് കോഴ്സ് ഫോർ ദ ബിസിനസ്. ചില ആളുകളെങ്കിലും പറയുന്നത് കണ്ടില്ലേ, എയർ ഇന്ത്യ ക്രൂ എത്ര വേണമെങ്കിലും മദ്യം തരും, എത്തിഹാദ് ക്രൂ ഒന്നും തരുന്നില്ല, എമിറേറ്റ്സ് ക്രൂ ആണെങ്കിൽ എന്ത് നന്നായിട്ട് മദ്യം തരും, നിങ്ങളുടെ എയർലൈൻ മാത്രമാണ്. എത്ര പേരിങ്ങനെ വന്ന് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ എയർലൈൻ തരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തരും, മറ്റേ എയർലൈനിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഒന്നും തന്നില്ല. സോ ഇറ്റ്സ് ബേസിക്കലി ഫോർ ദ ബിസിനസ് ആസ്പെക്ട്. ഈ എയർലൈൻ കൊള്ളാം, ഈ എയർലൈൻ എനിക്ക് കുറേ ആൽക്കഹോൾ തരും, അത് കാരണം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു എന്നും പറഞ്ഞ് പാസഞ്ചേഴ്സ് കൂടുതൽ ഫ്ലൈറ്റ് ഇങ്ങോട്ടേക്ക് ബുക്ക് ചെയ്യും. ഇതും ഒരു റീസൺ ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ദിസ് ഇസ് മെയിൻലി ഫോർ ബിസിനസ് ക്ലാസ് ആൻഡ് എവറിത്തിങ്. സോ ബിസിനസ് ക്ലാസ്സിൽ സെർവ് ചെയ്യുന്ന ആൽക്കഹോൾ അത് കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള ആൽക്കഹോൾ ആയിരിക്കും സെർവ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഇന്ന ടൈപ്പ് ഓഫ് ആൽക്കഹോൾ ഇസ് അവൈലബിൾ ഇൻ എമിറേറ്റ്സ്, വൈ നോട്ട് ഇൻ എത്തിഹാദ് എന്നൊരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് all the airlines will be competing with each other, especially in business class and first class, to give the best type of alcohol on board. So അതും ഒരു റെസ്റ്റോറൻറ്റ് പോലെ തന്നെ, ഒരു 5-star റെസ്റ്റോറൻറ്റ് പോലെ തന്നെ ആൽക്കഹോള് ഫ്ലൈറ്റിൽ കൊടുക്കുന്നതും ഒരു ബിസിനസ് തന്നെയാണ്. And it's a part of competition. But there are some airlines, they don't compete with all of these things. അവർക്ക് അവരുടെ എയർലൈൻ ഫ്ലൈ ചെയ്യണം, അവർക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് എത്തുക എന്നുള്ളത് മാത്രമായിട്ട് ലക്ഷ്യമായി കണക്കിടുന്ന കുറേ എയർലൈൻസ് ഉണ്ട്. ഡ്യൂ ടു റിലീജിയസ് റീസൺസ് Saudi Arabian Airlines അല്ലെങ്കിൽ flights flying out of Saudi Arabia or into Saudi Arabia will not be serving alcohol. So they do consider those things as very important. അവരുടെ എയർലൈൻസിൽ ആൽക്കഹോൾ സർവീസ് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിരിക്കുകയാണ്. So there are some airlines who doesn't take part in this competition as well. അവർക്ക് അവരുടേതായ സ്റ്റാൻഡ് ഉണ്ട്, അവരവരുടേതായ റിലീജിയസ് ബിലീഫ്സ് ഉണ്ട് അതിൽ. സോ അങ്ങനെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകുന്ന എയർലൈൻസും ഉണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ദ മിഡിൽ ഈസ്റ്റേൺ എയർലൈൻസ്, ഫോർ എക്സാമ്പിൾ എമിറേറ്റ്സ്, എത്തിഹാദ്, ഖത്തർ എയർവേസ്, ഫ്ലൈ ദുബായ്, ഇങ്ങനെയുള്ള എയർലൈൻസിലൊക്കെ ഈവൻ ഇഫ് ഇറ്റ്സ് എ മുസ്ലിം കൺട്രി ദേ ഡു സെർവ് ആൽക്കഹോൾ ബിക്കോസ് ദേ വോണ്ട് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബിസിനസ് ലൈൻ. എത്ര വേണമെങ്കിലും തരാം, എത്ര വേണമെങ്കിലും എനിക്ക് ഫ്ലൈറ്റിനുള്ളിൽ കഴിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് പാസഞ്ചേഴ്സിന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. വി ഡു ഹാവ് ആർ ഓൺ ലിമിറ്റേഷൻസ്. മാക്സിമം ഒരു 3 സെർവിങ് ഓഫ് ആൽക്കഹോൾ അല്ലെങ്കിൽ ഒരു ലോങ് അൾട്രാ ലോങ് ഹോൾ ഫ്ലൈറ്റിലാണെങ്കിൽ ഇന്ന സെർവിങ് ഓഫ് ആൽക്കഹോൾ മാത്രമേ ഒരു പാസഞ്ചറിന് കൊടുക്കാവൂ എന്ന് ക്രൂവിന് റെഗുലേഷൻസ് ഉണ്ട്. ആൻഡ് ദേ വിൽ ഡിലേ ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ ആസ് വെൽ. സോ ഒരാൾ ഇൻടോക്സിക്കേറ്റഡ് ആണ് എന്നൊരു ഫീലിംഗ് ഒരു ക്രൂവിന് കിട്ടുകയാണെങ്കിൽ ദേ വിൽ നോട്ട് എൻകറേജ് ഗിവിംഗ് മോർ ആൽക്കഹോൾ ടു ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. സോ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ടെക്നിക്സും ക്യാബിൻ ക്രൂ ട്രെയിനിങ്ങിൽ നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. പിന്നെ ജസ്റ്റ് ഇൻ കേസ് സംബഡി ഗോട്ട് ഔട്ട് ഓഫ് കൺട്രോൾ, കളത്തിലൊക്കെ കാണിച്ച് ഫ്രണ്ടിൽ നിന്ന് ഒരു ക്രൂവിൻ്റെ വാങ്ങിച്ചു കുടിച്ച് ബാക്കിൽ നിന്ന് പോയി വേറൊരു ക്രൂവിൻ്റെ വാങ്ങിച്ചു കുടിച്ച് അങ്ങനെയൊക്കെ ട്രിക്കൊക്കെ കാണിക്കുന്ന ഒരുപാട്
ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട്. അങ്ങനെ കുടിച്ചാലും ചിലരും പിണ്ടാതെ അവിടെ കിടന്ന് ഉറങ്ങുകയുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷെ ജസ്റ്റ് ഇൻ കേസ് സംതിങ് ഹാപ്പൻസ് ആൻഡ് തിങ്സ് ഗെറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ, ചിലർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ബാക്കിയുള്ളവരുമായിട്ട് എന്തെങ്കിലും വഴക്കോ അടിയോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ക്രൂ ഹാവ് ദ റൈറ്റ് ടു റിസ്ട്രെയിൻ എ പാസഞ്ചർ. കെട്ടിയിടാൻ വരെ അനുവാദം ക്രൂവിനുണ്ട്. ക്യാപ്റ്റൻ തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത്. അത് മാത്രമല്ല, ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഫ്ലൈറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഗ്രൗണ്ട് പേഴ്സണൽസിനെ അറിയിക്കുന്നതായിരിക്കും. ക്യാപ്റ്റൻ സിറ്റുവേഷൻ വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ എമർജൻസി ലാൻഡിംഗ് ചെയ്ത് വേറൊരു ഡെസ്റ്റിനേഷനിൽ ഇറക്കി അങ്ങ് വിടാം. ഇല്ല, ക്യാപ്റ്റൻ ഡിസൈഡ് ചെയ്യാണ് ഡെസ്റ്റിനേഷൻ വരെ കടന്നു പോകാം എന്ന് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുത്തെ പോലീസിനെ അറിയിക്കും. പിന്നെ ആ കൺട്രിയുടെ റൂൾ എന്താണോ അതിനനുസരിച്ചായിരിക്കും ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. സോ കള്ളു കുടിച്ച് ഫ്ലൈറ്റിനകത്ത് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള കോൺസിക്വൻസസും ഫേസ് ചെയ്യേണ്ടി വരും. ഐ ഷുഡ് സേ ക്രൂ വിൽ നെവർ കോംപ്രമൈസ് ഓൺ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ പാസഞ്ചേഴ്സ്. നമ്മുടെ പാസഞ്ചറിന്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾക്കും ക്രൂ കൂട്ട് നിൽക്കത്തില്ല. ആൻഡ് ദേ വിൽ ടേക്ക് ലീഗൽ ആക്ഷൻസ് അക്കോർഡിംഗ്ലി. സോ ദീസ് ആർ ദ റീസൺസ് വൈ എയർലൈൻസ് സെർവ് ആൽക്കഹോൾ ഓൺ ബോർഡ് ആൻഡ് ദീസ് ആർ സം ഓഫ് ദ കോൺസിക്വൻസസ് that somebody will have to face if you get intoxicated on board and try to act funny. I hope you guys like this video, and if you like my video, like, share and subscribe to my channel. Thank you so much for watching my videos. അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. Bye bye.